Welcome to Flavors of India. അങ്ങനെ കടലോരം എന്നുള്ള ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് പുറത്തിങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ടുള്ളൊരു ഷാക്ക് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ രാത്രി കാഴ്ച ഭയങ്കര രസമായിരിക്കും, കടൽക്കാറ്റൊക്കെ ആസ്വദിച്ച് കഴിക്കാം. ഈവനിങ് ആയിക്കഴിഞ്ഞാൽ തന്നെ ആ ഒരു അസ്തമയം ആയിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഇവിടെ ഇരിക്കാൻ. അകത്തും ഇരിക്കാം, ഇങ്ങനെ ഒരു പുറത്തുള്ളൊരു സ്ഥലം കൂടിയുണ്ട്. ആദ്യം നമ്മൾ പോകാൻ പോണത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മത്സ്യങ്ങൾ ഇങ്ങനെ കടലിൽ നിന്ന് പിടിച്ചിട്ട് വന്നിട്ട് ഉടനെ ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ ആ ഭാഗത്തേക്ക് തന്നെ പോകാം. അങ്ങനെ കിച്ചണിലെത്തി. കിച്ചണിൻ്റെ വെളിയിലാണ് ഇത്, ക്ലീനിങ് ഏരിയ ആണ്. കട്ട് ചെയ്യുന്ന ക്ലീൻ ചെയ്യുന്ന നല്ല ഒന്നുമില്ല. ഒരു സീ ഫുഡ് ഷോപ്പിലേക്ക് കയറി ഒരു ലക്ഷണവും ഇല്ല, മീനിൻ്റെ ഒരു മണവും ഇല്ല. ഇതൊരു നല്ല പച്ച ഫ്രഷ് ആയിട്ടുള്ള ചൂരയാണ്. ഇത് നെമ്മീൻ ചൂരയാണല്ലോ. ഇതിന് എന്താ പറയുക ഈ ചൂരയ്ക്ക് കറുത്ത ചൂരയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് നല്ല തുറന്ന് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ നല്ല ഫ്രഷ് ആണെന്നുള്ള കാര്യം. നല്ല കരിമ്പ് പോലെ ഇരിക്കുന്നത് കണ്ടില്ലേ, കണ്ടോ? ഓ വാവ്, നല്ലതാ, ഭയങ്കര സ്ട്രോങ് ആണ് കണ്ടില്ലേ, നല്ല കല്ല് പോലെ ഇരിക്കുന്നു. ചൂണ്ടമീൻ എപ്പോഴും പറയും ചൂണ്ടയ്ക്കുള്ള ചൂരയ്ക്ക് നല്ല ഫ്രഷ് ആയിരിക്കും എന്നുള്ള. ഫ്രഷ് ചൂണ്ടയ്ക്കുള്ള കിട്ടാൻ തന്നെ പാടാം. എന്തായാലും ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന് കട്ട് ചെയ്തിട്ട് ഇത് വെച്ചിട്ടാണ് ചൂരപ്പുളി തയ്യാറാക്കി കാണിക്കാൻ പോണേ. കട്ട് ചെയ്ത് കടലോരം റെസ്റ്റോറൻറ്റിൻ്റെ ക്ലീനിങ് ഏരിയയിൽ നിന്നും ഇപ്പോൾ അടുക്കളയിലേക്ക് കയറി കഴിഞ്ഞു. കിച്ചൺ എന്ന് പറഞ്ഞാൽ ഒരു നീറ്റ് കിച്ചണാണ് അല്ലേ. ഫുൾ ഇത് വോളൊക്കെ കണ്ടോ, ഫുൾ സ്റ്റീലാ അല്ലേ. ശരിക്കും ഞങ്ങൾ കുറച്ച് പുറത്തുനിന്ന്, അതായത് കുറേ നാളായിട്ട് യുഎയിലായിരുന്നുകൊണ്ട് അവിടെ നിന്നുള്ള അതേ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെയാണ് നമ്മൾ വളരെ കൃത്യമായിട്ട് നീറ്റാക്കി ഇടണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സ്റ്റീൽ ക്ലാഡിംഗ് എല്ലാം ചെയ്തത്. നീറ്റ് ആയിട്ടുള്ള കിച്ചൺ. പിന്നെ ഇതുപോലെ പല പല പാത്രങ്ങളിൽ ചട്ടികളിൽ ഇങ്ങനെ എണ്ണ പല കാറ്റഗറി ഓഫ് ഓയിൽ കാണുന്നുണ്ടല്ലോ, അതിന്റെ പ്രത്യേകത എന്താ? അതിന്റെ ഒരു കാര്യം ചില ആൾക്കാർക്ക് ഷെൽ ഫിഷസ് അലർജി ആയിട്ടുള്ള ആൾക്കാരുണ്ട്, കൊഞ്ചും ഞണ്ടും അലർജി ഉള്ളവരുണ്ട്. അവരെ നമ്മൾ മീനിന്റെ കൂടെ ഒരിക്കലും മിക്സ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അങ്ങേയറ്റത്തെ ഒരു പാത്രത്തിനകത്ത് നമ്മൾ പിന്നെ കണവ വറുക്കാനായിട്ട് ഫ്രൈ ചെയ്യാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനം. അത് കഴിഞ്ഞാൽ കൊഞ്ചും ഞണ്ടും മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് മീനുകളല്ല, പല ടൈപ്പ് ഫിഷ് എല്ലാം നല്ല പ്യുവർ ഓയിൽ. ഒട്ടും തന്നെ ചുമ്മാ നല്ല 20 കിലോ എണ്ണ ഒരു ദിവസം വേണമെന്ന് പറഞ്ഞത്. ഇഷ്ടംപോലെ നല്ല ചെലവല്ലേ. ഓക്കെ, അപ്പോൾ എത്ര നീറ്റായിട്ടാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ പിന്നെ ഇവിടുത്തെ സിഗ്നേച്ചർ ഡിഷാണ് ആദ്യം കാണാൻ പോകുന്നത്, അതായത് ചൂരപ്പുളി. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. ആരാ ഉണ്ടാക്കാൻ പോകുന്നത്? ഇമ്രാൻ ബേസിക്കലി ഫ്രം ഒറീസയിൽ നിന്നുള്ള ആളാണ്. 10 വർഷമായിട്ട് ദുബായിലാണ്. അവിടെ നിന്ന് വന്നാണ്, അവിടെ നിന്ന് പൊക്കി ഇങ്ങോട്ട് കൊണ്ടുവന്ന്. ഓക്കെ, ഷെഫ് ഇമ്രാനുമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ചൂരപ്പുളി എങ്ങനെയാണെന്ന് കാണുന്നത്. അതായത് ചൂര ഇതിപ്പോൾ ഒരു എത്ര അര കിലോ വരില്ലേ? ചൂര ഇപ്പം നമ്മൾ ആ കട്ട് ചെയ്ത ചൂരയിൽ നിന്ന് ഒരു പോർഷൻ, അതെ, ഒരു ½ kg വരും എന്തായാലും. പിന്നെ അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ട്, കൊടംപുളിയുണ്ട്, സവാള അരിഞ്ഞതുണ്ട്, വറ്റൽമുളക്, പച്ചമുളക്, കറിവേപ്പില, മുളക് പൊടി 2 തരം കാണുന്നുണ്ടല്ലോ, കാശ്മീരി ചില്ലി പൗഡറും സാധാ, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, ചില്ലി ഫ്ലേക്സ്, അതായത് തരിതരിപ്പായിട്ട് പൊടിച്ച് വറ്റൽ മുളക്, പിന്നെ ഇത് കുരുമുളക് പൊടി,
ഇത് കായപ്പൊടി, കായം ചേർക്കും അല്ലെ, ഉലുവ, കടുക്, ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥം ഇതെല്ലാം ഡബിൾ ക്വാണ്ടിറ്റിയിലൊക്കെ കയറി അങ്ങനെ സ്വാദ് കൂട്ടാനുള്ള എല്ലാ ടെക്നിക്സും ഉണ്ട്. ഓക്കെ, ഇല്ല വേണ്ട വേണ്ട. അപ്പം അങ്ങനെയാണ് നമ്മൾ കഴിക്കാൻ വരുന്ന ആൾക്കാർക്ക് അതാണ് സന്തോഷം. വീട്ടിൽ കഴിക്കുന്ന പോലെ കഴിക്കാമല്ലോ. അപ്പം ഇമ്രാൻ വരൂ പ്ലീസ് കം. ഏതായാലും അടുപ്പ് കത്തിച്ചിട്ട് ചൂരപ്പുളിയുടെ പരിപാടി തുടങ്ങാൻ പോവാണ്. ആദ്യം കുറച്ച് എണ്ണ, വെളിച്ചെണ്ണ, നല്ല ശുദ്ധമായ ചക്കിലാക്കിയ വെളിച്ചെണ്ണ. അതിലേക്ക് ആദ്യം ഉലുവ, ഏതാണ്ട് 1 ടീസ്പൂണോളം ഉലുവ. ഇത് ഏകദേശം ഒരു 1/2 കിലോ മത്സ്യത്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ചേർക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കടുക് ചേർക്കും, ഏതാണ്ട് 1 ടീസ്പൂൺ കടുക്. അപ്പോൾ ഫെനുഗ്രീക്ക് സീഡ്സും മസ്റ്റേർഡ് സീഡ്സ്, അതായത് ഉലുവയും, മുഴുവൻ ഉലുവയും കടുകും ചേർത്ത് കഴിഞ്ഞു. ഇനി അതിലേക്ക് വറ്റൽമുളക്, അത് മുറിച്ചിടുന്നില്ല, മുഴുവനെയാണ് ഇടുന്നത്. ഒരു 5 വറ്റൽമുളക് ചേർത്തു. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഫൈനായിട്ട് ചതച്ചതാണ്. 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചതച്ചതും 1 വലിയ ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചതച്ചതും ചേർക്കും. പച്ചമുളക് 2 3 ഇങ്ങനെ നീളത്തിൽ സ്ലൈസസ് ആയിട്ട് കുറച്ച് കറിവേപ്പില ധാരാളം ചേർക്കുക. ഇനിയാണ് ഇതിലേക്ക് സവാള, ഒരു 3 വലിയ സവാള സ്ലൈസസ് ആയിട്ട് പൊടിച്ചതും ചേർക്കും. അപ്പോൾ നമ്മൾ കണ്ട ചൂരയിൽ നിന്നും ഒരു പോർഷനാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 1/2 കിലോ ഉണ്ടാകും. ഇനി അതിൻ്റെ നിറം മാറുന്നവരെ ഇങ്ങനെ വഴറ്റിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ സവാളയുടെ നിറമൊക്കെ ഈ രീതിയിലാണ് മാറേണ്ടത്. ഒരുപാട് ബ്രൗൺ അല്ല, ഒന്നും ബ്രൗൺ ആകാൻ തുടങ്ങുന്ന ഭാഗം. ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് ചേർക്കാം. മഞ്ഞൾപ്പൊടി, ഏതാണ്ട് ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തു. കുറച്ച് ഉപ്പ് ചേർക്കുന്നു. പിന്നെ കുറച്ച് മുളക് പൊടിയാണ്. മുളക് പൊടി, സാധാരണ മുളക് പൊടിയും ഏതാണ്ട് ഒരു 2.5 ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടിയും, ഒരു 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നു. അപ്പോൾ നല്ല എരിവുള്ളൊരു ഐറ്റമാണ്. അതുകൂടാതെ ഇതിനകത്ത് ചേർക്കുന്ന കുറച്ച് കുരുമുളക് പൊടി, അതും ഒരു 2 ടേബിൾ സ്പൂണോളം ചേർക്കുന്നു. തീ അല്പം കുറച്ച് വെച്ചിട്ടാണ് ഇതെല്ലാം ചേർത്തിരിക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഈ ഒരു ചൂട് കൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ ആ പച്ച ചുവയൊക്കെ മാറും. ഇനി വെള്ളം ചേർക്കാൻ പോവാണ്. മൂത്ത് കഴിഞ്ഞു, അരപ്പ് മൂത്തു. കുറച്ച് വെള്ളം ചേർത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ഒരു മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് ഒരു പേസ്റ്റ് പോലെ ആകണം. ഇച്ചിരി വെള്ളം ചേർക്കണം. കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുകയാണ്. ഇനി അതിലേക്ക് കുടംപുളി, 1 2 3 ഒരു 5-6 പീസ് കുടംപുളി വെള്ളത്തിലിട്ടത് കുതിർത്തത് ആ വെള്ളത്തോട് കൂടി തന്നെ. അപ്പോൾ ഒരു കുഴമ്പ് ഭാഗമായല്ലോ, നല്ലൊരു കുഴഞ്ഞ ഭാഗമായി. ഇനി ഇതിലേക്ക് മീനിൻ്റെ പീസസ്, ഫ്രഷ് ആയിട്ടുള്ള ചൂരയുടെ കഷ്ണമാണ്. അപ്പോൾ മസാല എല്ലാം നല്ല കുഴമ്പ് ഭാഗമായി. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. കുറേശ്ശെ ആവശ്യത്തിന്, ആദ്യം കുറച്ച് വെള്ളം, പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി ആവശ്യാനുസരണം വെള്ളം. ഒരുപാട് വെള്ളം ഒഴിക്കില്ല, കാര്യം അധികം ചാറില്ലാതെ ഇങ്ങനെ വറ്റിയിരിക്കുന്നൊരു കറിയാണ് ഈ ചൂരപ്പുളി. ഇനി ഇത് ചെറിയ ഇതിലിട്ട് വേവിച്ചെടുക്കുന്നു. അങ്ങനെ ചൂരപ്പുളി ഇവിടെ റെഡിയായി കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. കാണുമ്പോൾ തന്നെ അറിയില്ല എന്താ സ്വാദെന്ന്. ഈ സ്വാദ് നോക്കലൊന്നും ഇപ്പം ഇല്ല. ഞാൻ അവസാനം എല്ലാ കറിയും നമ്മളൊരു ഡിന്നർ കഴിഞ്ഞാൽ പോകണുള്ളൂ. അത് വിശദമായിട്ടെല്ലാം കഴിച്ചിട്ട് അപ്പോൾ ഞാൻ ആ ടേസ്റ്റൊക്കെ പറഞ്ഞുതരാം. ഇദ്ദേഹം ഹിന്ദിക്കാരനാണ്. പുള്ളിക്കാരന് इसका नाम क्या है? ചൂരപ്പുളി ഹേ. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. ചൂരപ്പുളി മലയാളത്തിലാണല്ലോ ചൂരപ്പുളി. പുളി എന്ന് പറഞ്ഞാൽ മലയാളമാണ്, ചൂരയും അത് പറയുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ചൂരപ്പുളി. ഇനി അടുത്ത് നമ്മൾ കടലോരം സ്പെഷ്യലായിട്ട് കാണാൻ പോകുന്നത്, നോക്കൂ, വലിയ ഞണ്ട. 2 വലിയ ഞണ്ട് വെച്ചിട്ടാണ് ഐറ്റം ഉണ്ടാക്കാൻ പോണത്. ഇതിൻ്റെ പേര് ഇവിടെ എല്ലാം കൂടുതലും ഫ്രൈഡ് ഐറ്റംസ് ആണ്. ഞണ്ട് ഫ്രൈ, ക്രാബ് ഫ്രൈ. ഇതിൻ്റെ ഒരു പ്രോസസ്സ് വളരെ വ്യത്യസ്തമാണ്. നമ്മൾ സാധാരണ കാണുന്ന ക്രാബ്സ് അങ്ങനെ ഫ്രൈ ചെയ്ത് സാധാരണ കാണാറില്ല. കൂടുതലും
എന്താ പറയുക തോരൻ പോലെയോ അല്ലെങ്കിൽ വെറ്റിച്ച് വെച്ചതോ അല്ലെങ്കിൽ റോസ്റ്റോ അങ്ങനെയൊക്കെയല്ലേ കാണുന്നത്. ഇത് ഫ്രൈ ആണ്. ഓക്കെ, എണ്ണ ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് ആദ്യം ക്രാബിനെ വറുത്തെടുക്കുന്നതാണ്. അപ്പോൾ ഇത് ശരിക്കും പച്ച ക്രാബാണ്, വേവിച്ചിട്ടില്ല. അതിൽ കുറച്ച് കുരുമുളക് ഉപ്പ് മാത്രം പുരട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണത് വെച്ചേക്കുന്നത്. ഓക്കെ, വലിയ ഞണ്ട അതിനെ എടുത്ത് എണ്ണയിലിട്ട് ആദ്യം ഒന്ന് വറുക്കും. അപ്പോൾ നമ്മുടെ ക്രാബിനെ വറുത്തെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ക്രാബ് ഫ്രൈക്ക് വേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. വെളുത്തുള്ളി ഏതാണ്ട് ഒരു കുടത്തോളം ഉണ്ട്, അത് ചതച്ചെടുത്തത്. ഇഞ്ചി ചതച്ചത്, പിന്നെ ചെറിയ ഉള്ളി ഒരു 10-15-20 എണ്ണം ചതച്ചത്. പച്ചമുളകിൻ്റെ തെരിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ടൊമാറ്റോ, കറിവേപ്പില, നാരങ്ങാനീര്, പച്ചമുളക് സ്ലൈസസ് ആയിട്ട് മുറിച്ചത്, ഉപ്പ്, വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകുന്നു. അതിലേക്ക് ആദ്യം ഇഞ്ചി ചതച്ചത് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കുകയാണ് ചതച്ചത്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതിടുന്നു. ഇനി ചെറിയ ഉള്ളി ചതച്ചത്. ഇനി കുറച്ച് പച്ചമുളക്, ഒരു 4-5 പച്ചമുളക് ഇങ്ങനെ സ്ലൈസസ് ആയിട്ട് മുറിച്ചതും ചേർക്കാം. കറിവേപ്പിലയും ടൊമാറ്റോയും കൂടി ചേർക്കും ലാസ്റ്റ്. നന്നായിട്ട് വഴറ്റിയെടുക്കാൻ. ഇനിയാണ് ലാസ്റ്റ് ഒരു കാര്യം ചെയ്യാൻ പോണത്. ക്രാബിനെ വറുത്ത് വെച്ചിരിക്കുന്ന കണ്ടല്ലോ, ഇനി എന്താ ചെയ്യാൻ പോണെന്ന് നോക്കാം. ആ വറുത്ത ക്രാബിനെ രണ്ടിനെയും കൂടി ഒന്നിച്ചിട്ട് വറുത്ത് വെച്ചതാണല്ലോ, അതിനായിട്ട് ഇങ്ങനെ കാണിക്കും. എന്നിട്ട് കുറച്ച് ഉപ്പ്, ക്രാബിൽ ഇച്ചിരി ഉപ്പും കുരുമുളകും പുരട്ടിയാണ് അത് വറുത്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് ബാക്കി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നു. പിന്നെ കുറച്ച് തരിതരിപ്പായിട്ട് പൊടിച്ച വറ്റൽമുളക്, മുളകിൻ്റെ തരി, ക്രഷ്ഡ് ഇത് റെഡ് ചില്ലീസാണ്, ഡ്രൈ ചില്ലീസ് ഏതാണ്ട് 1 ടേബിൾ സ്പൂണോളം ചേർക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നാരങ്ങാനീര്. അപ്പോൾ ലാസ്റ്റ് വേണമെങ്കിൽ ഒരല്പം നാരങ്ങ, നിർബന്ധമില്ല, കഴിക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് നാരങ്ങ ഒഴിച്ച് കഴിച്ചാലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിക്കാമെന്നാണ്. ഓക്കെ, അങ്ങനെ ക്രാബ് ഫ്രൈ ഇവിടെ റെഡി. ഇനി ആ ക്രാബ് ഫ്രൈയെ നമ്മൾ പ്ലേറ്റിലേക്ക് വയ്ക്കാൻ പോവാണ്. വലിയ ഞണ്ടാണ് കണ്ടോ, പിന്നെ മുഴുവനോടെ തന്നെയാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തതും ബാക്കി കാര്യങ്ങളൊക്കെ സോട്ട് ചെയ്ത് വഴറ്റി അതിനകത്തേക്ക് വെച്ചത്. ആ മസാല ഐറ്റംസ് എല്ലാം കൂടി വരുമാണ് അതിൻ്റെ ഒരു സ്വാദ്. കാണുമ്പോൾ തന്നെ അറിയാലോ എത്ര ടേസ്റ്റി ആയിരിക്കുന്നു. ഇത് കണ്ടല്ലോ, ക്രാബ് ഫ്രൈ. ഇത് കടലോരം സ്പെഷ്യൽ. ഇത് 1.5 ക്രാബ് ഫ്രൈ ആണ് കേട്ടോ. ഒരു സൈസ് കണ്ടില്ല, അത് മുഴുവനോടെ കൊടുക്കുമ്പോൾ ഇത് കഴിക്കുന്ന ഒരാളിനെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ കാര്യമാണ്. ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ ഇളക്കി പൊട്ടിച്ച് കടിച്ചെടുത്ത് അകത്തുള്ള ഫ്ലഷൊക്കെ ഒരു എനിക്കവിടെ ഗ്രൂപ്പായിട്ടൊക്കെ വരുമ്പോഴേ, ഫ്രണ്ട്സായിട്ട് ഗ്യാങ്ങായിട്ടൊക്കെ വരുമ്പോൾ ഇത് ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അല്ലേ, എല്ലാവരും കൂടി ആസ്വദിച്ച് കഴിക്കാം. അതിന് വേണ്ട എല്ലാ ചേരുവകളും ഉണ്ട്. നൈസ്, വെരി ഗുഡ് ഇമ്രാൻ. ഓക്കെ, താങ്ക് യു. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് ഇവിടെ. ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ നമുക്ക് എല്ലാം കാണാനുള്ള സമയമില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളൊരു കൊഞ്ചിൻ്റെ ഫ്രൈ കൂടി കാണാം. പ്രോൺ ഫ്രൈ. യെസ്, ഇവിടുത്തെ പ്രോൺ ഫ്രൈ എന്ന് പറയുമ്പോൾ അത് ഒരു വ്യത്യാസമാണ്. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് മസാല കലാപരിപാടികളൊന്നുമില്ല. പ്രോൺസിൻ്റെ രുചിയോട് കൂടി കഴിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഐഡിയ. അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് മാത്രം വെച്ച് മാറിനേറ്റ് ചെയ്ത പ്രോൺസാണ്. അതിൻ്റെ തലയൊക്കെ ഉണ്ടാവും, നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാലും തലയൊക്കെ വെച്ചിട്ട്, പിന്നെ ധാരാളം കറിവേപ്പില, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. ഇതാണ് അതിൻ്റെ ഒരു കോംബോ. അപ്പോൾ നമുക്കിത് വറുത്ത് കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്, അത് കാണാം. നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിൽ. ഇതിപ്പോൾ ക്രാബും ഞണ്ടും കൊഞ്ചും മാത്രമേ ഈ എണ്ണയിൽ വറുക്കുള്ളൂ. കാര്യം ഈ ഷെൽ ഫിഷിൻ്റെ അലർജി ഉള്ളവർക്ക് വേറെ എണ്ണയിലിട്ട് ആക്കി കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ, മറ്റ് മത്സ്യങ്ങളും കൂടെ ഇതിലിട്ടത്. അത് കാരണം ഇതിനു വേണ്ടി മാത്രം എക്സ്ക്ലൂസീവായിട്ട് വെച്ചിരിക്കുന്ന എണ്ണയാണ്. കണ്ടോ, വറുത്തങ്ങ് കോരുവാണ്. കറിവേപ്പില ഇടും. പ്രോൺസ് ഫ്രൈ ഇസ് റെഡി. കൊഞ്ച് വറുത്തത്
അതിൻ്റെ തനതായ രുചിയോട് കൂടി കിട്ടും. ഇത് ഭയങ്കര മൂവിങ് ആണല്ലേ ഇവിടെ? ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം, ഉണ്ടാക്കാൻ എളുപ്പം. പക്ഷെ ഇത് ആദ്യം കാണുന്ന ആള് കഴിക്കാൻ വന്നിരിക്കുമ്പോഴത്തേക്കും ഒരു നെറ്റി ചൊളിച്ചിട്ടാണ് നോക്കുക. കാര്യം മസാല ഒന്നും കാണുന്നില്ല. വേറെ കഴിച്ചുള്ള റെസ്റ്റോറന്റിലെല്ലാം മസാലയോടെ ഉള്ളത് കൊണ്ട് ഒരു മസാല ഇല്ലേ എന്ന് ചോദിക്കും. അടുത്ത പ്രാവശ്യം വരുമ്പോ ഇതന്നെ പറയും. അപ്പൊ തന്നെ വീണ്ടും ഓർഡർ ചെയ്യും. എന്നാലും ഇമ്രാൻ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി നമുക്ക് ഡിന്നർ ടേബിൾ വെച്ചാണ് കാര്യങ്ങൾ. അങ്ങനെ നമ്മളുടെ കുക്കിംഗ് പാർട്ട് കഴിഞ്ഞു. ഇനി ഭക്ഷണം കഴിക്കാൻ പോവാണ്. വേണമെങ്കിൽ അകത്തുള്ള റെസ്റ്റോറൻറ്റിൻ്റെ ആ ഭാഗത്തിരിക്കാം, അല്ലെങ്കിൽ പുറത്തുള്ള ഈ ഒരു ഹട്ടിലിരിക്കാം. ഞാൻ പുറത്തിരിക്കാനാണ് പ്രിഫർ ചെയ്യുന്നത്. നല്ല കടൽക്കാറ്റൊക്കെ ആസ്വദിച്ചിരിക്കാമല്ലോ. ഇവിടെ വന്നാലൊരു ഗുണം എന്താ അറിയുമോ? കടലല്ലേ അപ്പുറത്ത്. വൈകുന്നേരം കുറേ നേരം കടലിലെ തിരമാലകളുമായിട്ട് മല്ലടിച്ചിട്ട് പിന്നെ വന്നിട്ട് ഭക്ഷണവും കഴിച്ച് കുറച്ച് നേരം റിലാക്സ് ചെയ്തിരുന്നിട്ട് തിരിച്ച് വീട്ടിൽ പോകും. അപ്പോൾ ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കടലോരം. വെരി ഇൻട്രസ്റ്റിംഗ് പ്ലേസ് കടലോരം. നമുക്ക് ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും വരാൻ പറ്റിയൊരു സ്ഥലമാണ്. ദൂരോട്ടുള്ള ആൾക്കാർക്കും വരാം. ഇടയ്ക്ക് ഒരു വീക്കെൻഡ് ട്രിപ്പ് വയ്ക്കും, വന്നിട്ട് കഴിച്ചിട്ട് പോവുക. നൈസ് നൈസ് ആംബിയൻസ്, നൈസ് പ്ലേസ്. ഓരോന്നോരോന്നായിട്ട് വന്ന് തുടങ്ങിയിരിക്കുകയാണ്. ഇതെല്ലാം ഞാൻ കഴിക്കണം എന്നാണ് പറയുന്നത്. എനിക്കാണെങ്കിൽ ഇന്ന് ഒട്ടും സുഖമില്ലാതിരിക്കുന്ന ദിവസമാണ്. ജലദോഷം പനിയൊക്കെ ആയിട്ട് ഇരിക്കും, ചുമയായിട്ട്. പക്ഷെ നല്ല സ്പൈസി ഫുഡ് കഴിക്കുന്നത് ജലദോഷത്തിന് നല്ലതെന്നാണ് പറയുന്നത്. ഇതിലത്ര സ്പൈസി അല്ല തോന്നുന്നു, പക്ഷേ നമ്മുടെ ചൂരപ്പുളിയിൽ ഇച്ചിരി എരിവൊക്കെ ഉണ്ട്. ആദ്യം ഒരു സുലൈമാനി, അതാണ് ഇവിടുത്തെ ഒരു രീതി. ഫസ്റ്റ് നല്ല ചൂടായിട്ട് ഒരു സുലൈമാനി കുടിക്കാം. അത് കഴിഞ്ഞിട്ടാണ് ഫുഡിലേക്ക് കിടക്കുന്നത്. ഇത് നല്ലതാണ്. ഇപ്പോൾ ഈ തൊണ്ടയ്ക്ക് നല്ല ആശ്വാസം കിട്ടും, ചുമയൊക്കെ അല്ലേ. ആഹാ, നല്ല ടേസ്റ്റ്. നല്ല ചൂട് സുലൈമാനിയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് മീൻ ഫുഡ്, ചൂരപ്പുളി. കൊഞ്ച്, ഇതെല്ലാം നമ്മൾ തയ്യാറാക്കുന്ന കണ്ടു കഴിഞ്ഞ കാര്യങ്ങൾ അല്ലേ. അടിപൊളി. ഇനി അപ്പം, അതിൻ്റെ കൂടെ അപ്പം, പിന്നെ നെയ്ച്ചോറ്, ഇതൊക്കെയാണ് കോമ്പിനേഷൻ. ചപ്പാത്തി, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ആദ്യം കുറച്ച് ചൂരപ്പുളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. നല്ല ചൂട് അപ്പത്തിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ. നല്ല സ്പൈസി ഫയറി ഡിഷ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നല്ല പുളിയുണ്ട്. ചൂരപ്പുളി എന്ന് പറഞ്ഞാൽ നല്ല പുളിയുണ്ട്. ആ കുടംപുളിയുടെ പുളിയെല്ലാം ഉണ്ട്. പ്ലസ് നല്ല ഇത് കുരുമുളകിൻ്റെയും മുളക് പൊടിയുടെ എല്ലാം. വെരി നൈസ്. നല്ല കോമ്പിനേഷൻ. നൈസ്. പിന്നെ ചപ്പാത്തി വേറൊരു കോമ്പിനേഷനാണ്. വേണമെങ്കിൽ വിത്ത് ചപ്പാത്തീസ് കഴിക്കാം. നല്ല കോമ്പിനേഷനാണ് ഇത് രണ്ടും കൂടി ഉള്ളത്. ദാറ്റ് ഈസ് വെരി നൈസ്. പിന്നെ നമ്മളുടെ കൊഞ്ചിലേക്ക് പോകാം. കൊഞ്ചിൻ്റെ സ്വാദോടുകൂടി കഴിക്കണം എന്നാണല്ലോ. വെരി നൈസ്. ആ കൊഞ്ചിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. എന്നാൽ അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് കിട്ടുന്നത്. ഇറ്റ്സ് വെരി വെരി ടേസ്റ്റ്, നോ ഡൗട്ട്. ഇനി നമ്മുടെ വലിയ ഞണ്ടിനെ എടുക്കാൻ പോവാണ്. അവനെ എടുത്തൊന്ന് രണ്ടായിട്ട് ഒടിക്കാം. ആഹാ, ഒടിച്ചെടുക്കുമ്പോൾ നോക്കൂ, വെരി ഫ്ലഷി. അകത്തിരിക്കുന്നുണ്ടോ? ആണ് ക്രാബിൻ്റെ മീറ്റാണ്. ആഹാ, വെരി ടേസ്റ്റി. അതിൻ്റെ കൂടെ നമ്മൾ ആ മസാല മിക്സ് ചെയ്താണ് കഴിക്കേണ്ടത്. എന്തോ കോമ്പിനേഷൻ അറിയാം. മസാലയും ഈ ക്രാബ് മീറ്റും കൂടി ചേർന്ന് വരുമ്പോൾ
ഭയങ്കര കോമ്പിനേഷൻ. ഇനി നമ്മൾ കുക്കിംഗ് കാണാത്ത ഒരു കാര്യം കൂടി എൻ്റെ ഫ്രണ്ടിൽ എത്തിയേക്കും. ഇതൊരു കോംബോ മീലാണ് ഇവിടുത്തെ. ഇത് സ്പെഷ്യലാണ്. അതായത് ചൂര ഇങ്ങനെ ഫുൾ ഫ്രൈ, അതിനോടൊപ്പം നെയ്ച്ചോറ്, അച്ചാറ്, പിന്നെ ഒരു മീൻ ചാറുണ്ടാകും ചുമന്ന കറി പോലെ, പിന്നെ ഒരു പരിപ്പ് കറി. ഇതൊരു നല്ല കോംബോ ആണ്. ഇത്രയും കാര്യങ്ങൾക്ക് 150 റുപ്പീസേ ഉള്ളൂ. 150 രൂപ ഉണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ കഴിക്കാം. ഭയങ്കര ലാഭമല്ലേ? അപ്പോൾ ഒരു ഫുൾ ഫിഷ് നമുക്ക് കിട്ടുകയാണ്. എന്ത് ടേസ്റ്റി ആയിട്ടാണെന്നറിയാം. അതിൻ്റെ ആ മസാല ഏതാണ്ട് ഇതുപോലെ തന്നെ മസാലകളാണ് വറുത്തിട്ടിരിക്കുന്നത്. ഡീപ് ഫ്രൈഡാണ്, നല്ലൊരു രീതിയിൽ ചെയ്യും. അപ്പോൾ അതും കിട്ടിയിട്ടുണ്ട്. കണ്ട് ഇങ്ങനെ ചൂര നല്ല ചൂടായിട്ട് ആ മസാലയോട് കൂടി തന്നെ നമുക്ക് കഴിക്കാം. നല്ലൊരു കോംബോ ആണിത്. അകത്ത് നെയ്ച്ചോറ്, നല്ല നെയ്ച്ചോറ്, നല്ല അച്ചാറ്, ആ പരിപ്പ് കറി കൂട്ടിയാണ് കഴിക്കേണ്ടത്. ഞാനിപ്പോൾ എല്ലാ ഭക്ഷണവും കൂടെ കണ്ടിട്ട് കുറച്ച് ഓവറായിട്ട് കഴിക്കുന്നുണ്ടോ എന്ന് സംശയം. ഗുഡ് കോമ്പിനേഷൻ. അതിവിടെ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെയൊക്കെ, നെയ്ച്ചോറും മീനുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ. അപ്പം കടലോരം മറക്കണ്ട, തീർച്ചയായിട്ടും വരിക. ഞാനീ പറഞ്ഞു തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ടേസ്റ്റ്? എനിക്ക് പറഞ്ഞു തരാനല്ലേ പറ്റുള്ളൂ, കഴിച്ച് നോക്കിയാലല്ലേ അത് നിങ്ങൾക്ക് ശരിക്കും അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്, അപ്പം നിങ്ങളും അതുപോലെ ആസ്വദിക്കും. അപ്പം ഞാനൊന്ന് കഴിച്ച് തീർക്കട്ടെ. അപ്പോൾ സന്തോഷം, നല്ല അടിപൊളി ഭക്ഷണമൊക്കെ തന്നു. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തന്നു. ആൻഡ് ടേസ്റ്റ് വാസ് ഓസം. ഭയങ്കര രസമായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നല്ല ഒന്നാന്തര ഫുഡാണ്, ബെസ്റ്റ് ഫുഡ് എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ. ഈ ഒരു കടലിൻ്റെ ആംബിയൻസും എന്തായാലും നല്ലൊരു സ്ഥലം കേട്ടോ. ആൾക്കാർക്ക് വരുമ്പോൾ ഒരു കോസി ആയിട്ട് വന്ന് ഇരുന്നിട്ട് വൈകുന്നേരം ഒക്കെ സ്പെൻഡ് ചെയ്തല്ലേ, കുറെ നേരം കടലിൽ സമയം കളഞ്ഞിട്ടൊക്കെ പോണേ. കാര്യം അത്ര സാറ്റിസ്ഫാക്ടറി ആണ് നമ്മളുടെ ഇവിടുത്തെ ഭക്ഷണം. നല്ല ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു ഫീലാണ്. ഫ്രഷ് ഫിഷ് കഴിക്കുന്നതിൻ്റെ ഒരു സ്വാദ് വേറെ ആയിട്ടാണ്. എന്തായാലും ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയതിൽ വലിയ സന്തോഷം. ഇങ്ങനെ തോന്നിയല്ലോ തുടക്കം. അതായത് ഒട്ടും തന്നെ ബിസിനസ് മോട്ടിവേറ്റഡ് അല്ലാണ്ട്, മനസ്സിലായല്ലോ, ജെന്യുവൻ ആയിട്ട് കുറച്ച് നല്ല ഭക്ഷണം ആൾക്കാർ കൊടുക്കണം എന്നുള്ള ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സാധനം ഇതിന്റെ ഒരു കൺസൾട്ടന്റ് ആയിട്ടുള്ള ഒരു മുഹമ്മദ് ഫെയ്സ്, പുള്ളിയാണ് ദുബായിൽ ഇരുന്നിട്ടാണ് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന മുഹമ്മദ് ഫെയ്സ്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. പുള്ളി പറയുന്ന അനുസരിച്ചാണ് അപ്പോ പുള്ളിയുടെയും കൂടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. മനസ്സിലായി. എന്തായാലും രണ്ട് പാർട്ട്നേഴ്സും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നത്. എന്തായാലും നമ്മൾ വന്ന് കഴിക്കുന്ന കസ്റ്റമേഴ്സിന് 100% സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് കടലോരം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ.